Hello friends, welcome to my YouTube channel Common Kitchen Tips. നമുക്ക് ഒരു ഫ്രൈഡ് റൈസും ഒരു മഷ്റൂം കറിയും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ. നമുക്കത് കഴിഞ്ഞിട്ടൊരു മഷ്റൂം കൊണ്ടൊരു കറിയും തയ്യാറാക്കാം. നമുക്ക് മഷ്റൂം ബട്ടൺ മഷ്റൂമാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി ചേർത്താൽ നല്ലവണ്ണം ഉപ്പെല്ലാം ചേർത്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി അരിയും നമ്മൾ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ അരിയുണ്ട്. അതും നല്ല കഴുകി 10 മിനിറ്റ് കുഴിച്ചെടുക്കാം. ഒരു കുക്കറിലോ പാനിലോ നമുക്ക് തയ്യാറാക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുക്കറാണ്. നമുക്കൊരു 2 സ്പൂൺ നെയ്യും ചേർത്ത് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സവാള ചേർക്കാം. നമ്മൾ ബീൻസും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇതെല്ലാം നല്ലപോലെ കഴിക്കും. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി മറ്റുള്ള വെജിറ്റബിളും കൂടെ ചേർക്കാം. കുറച്ച് ബീൻസ് ചെറുതായി കട്ട് ചെയ്തും ചേർത്തും ക്യാരറ്റും ചേർക്കാം. ഇത് കുട്ടികൾക്ക് ചോറിലൊന്നും അധികം വലുതായിട്ട് കിടക്കാത്തതുകൊണ്ട് ചോറിൻ്റെ കൂടെ ഇതെല്ലാം കഴിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം, ക്യാബേജ് ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം. ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ വെജിറ്റബിളും ചേർത്ത് അവർ കഴിച്ചോളും. അപ്പോൾ ഇതും കുറച്ച് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് റൈസും ചേർക്കാം. റൈസ് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി അതും ചേർക്കാം. അരിയും ചേർത്ത് കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചൂടുവെള്ളം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചൂടുവെള്ളം ചേർക്കാം. ഒരു 1/2 കപ്പ്, 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർക്കാം. കുക്കറിലാകുമ്പോൾ അത്രയും മതിയാവും. വെള്ളവും ചേർത്ത് നമുക്ക് ഉപ്പും ചേർക്കണം. ഉപ്പൊരു ശകലം മുമ്പ് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പത്തന്നെ അരി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് അടച്ചിട്ട് ഒരു 7-8 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ അധികം വെന്ത് പോവുകയില്ല. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 8 മിനിറ്റ് മതിയാവും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കറിയും തയ്യാറാക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്തിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് സവാളയും ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഷ്റൂമും ചേർക്കാം. മഷ്റൂം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. മഷ്റൂം കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് പൊട്ടറ്റയും ചേർക്കുന്നുണ്ട്. അപ്പം പൊട്ടറ്റയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്തും കൂടെ ചേർക്കാം. അതും ചേർത്തും അതും ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിനി ഉപ്പും ചേർക്കാം. അപ്പോൾ നമ്മൾ ബട്ടറും വെളിച്ചെണ്ണയും ചേർത്താണ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കിടന്ന് വേകുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി നമുക്ക് മുളക് പൊടിയും ചേർക്കാം, മല്ലിപ്പൊടിയും ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വേവിക്കാം. നല്ലപോലെ എല്ലായിടവും മഞ്ഞൾ മുളക് പൊടി എല്ലാം പിടിക്കേണ്ട രീതിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. സവാളയുടെ കൂടെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വേവിക്കാം. ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കാം, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി വീണ്ടും നമുക്കൊന്നും കൂടെ അടച്ച് വയ്ക്കാം. എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ മഷ്റൂമൊക്കെ എല്ലാം കഴിയുമെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അരപ്പും ചേർക്കാം. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന അരപ്പ് കുറച്ച് നാളികേരവും കുറച്ച് നമ്മൾ കാഷ്യൂനട്ടും ചേർക്കുന്നുണ്ട്.
നമുക്ക് അരപ്പ് ചേർക്കാതെ തന്നെ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിന് നമുക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് കുറച്ച് കാഷ്യൂനട്ടിൻ്റെ ബേബി ബിറ്റ്സാണ് എടുത്തിരുന്നത്, അതും നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കാഷ്യൂനട്ടിൻ്റെ ബേബി ബിറ്റ്സ് നല്ലപോലെ കഴുകി നമ്മുടെ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ലാസ്റ്റ് അരച്ചെടുക്കാം. ആ കറിക്കൊരു പ്രത്യേക മണം ഉണ്ടാവും. കറിയിൽ നമുക്കിനി അരപ്പും ചേർക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. മഷ്റൂമും കിഴങ്ങുമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പും ചേർക്കാം. നമുക്കിങ്ങനെ തേങ്ങ അരച്ച് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ കറിക്ക് ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് വളരെ നല്ലത്. നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ അരച്ച് ചേർത്താൽ കറിക്ക് വളരെ ടേസ്റ്റാണ്. ഈ കറി നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. നമ്മൾ ഇന്നിവിടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് റൈസിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ ചേർത്തുകൊണ്ട് ലഞ്ച് ബോക്സിൽ ഈ കറിയും കൂടെ ചേർക്കാം. നമുക്ക് കുറച്ച് പുതിനയിലയും ചേർത്ത് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം. അപ്പം നമുക്ക് അതും ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് വേറൊരു മണവും ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ്. അപ്പം നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. ലഞ്ച് ബോക്സിൻ്റെ പകുതി ഭാഗം നമുക്ക് റൈസ് നിറയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കറിയും കൂടെ ചേർക്കാം. നമ്മൾ കുറച്ച് കറി വേറെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് റൈസും ചേർക്കാം. കറിയുടെ കൂടെ കുറച്ച് റൈസും ചേർക്കാം. ഇത് വലിയ കുട്ടികൾക്ക് ഇത്രയും കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് ഇതിലും കുറച്ച് നമുക്ക് എടുത്താൽ മതിയാവും. മുതിർന്നവർക്കായാലും ഈ അളവിൽ എടുത്താലും മതിയാവും. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.